ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മണിക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ 4 മണി പലഹാരമോ എന്ത് വേണമെങ്കിലായിട്ട് ഇത് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദോശമാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അവർക്ക് മസാല ദോശ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ പിന്നെ ഇല്ല. അപ്പോൾ മസാല ദോശ അതിൻ്റെ പേരിൽ നല്ല ചിലവാണ് അവിടെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവാമെന്ന് വിചാരിച്ചു എനിക്ക്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ ഈസി. ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ഇപ്പോൾ രാവിലെ നേരം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് തന്നെയല്ല വെക്കാനും കുറച്ച് മടിയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതാകുമ്പോൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഓർമ്മയില്ലേ? ചുവന്ന അവലാണ് നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ ചുവന്ന അവലാണ് നമുക്ക്, അത് ഇഷ്ടംപോലെ കടകളിൽ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ചുവന്ന അവലാണ് യൂസ് ചെയ്യാറ്. അത് കുറച്ചും കൂടെ നമുക്കൊരു എനർജി തരുന്ന ഒരു ഐറ്റമാണത്. ഓക്കെ. അപ്പോൾ ചുവന്ന അവൽ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ പഞ്ചസാരയാണ്, ഷുഗറാണ് എടുത്തിരിക്കുന്നത്. സാധാരണ കൽക്കണ്ടം ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ കൽക്കണ്ടം ഉണ്ടെങ്കിൽ കൽക്കണ്ടം എടുത്തോളൂ. കൽക്കണ്ടം ഞാൻ കൽക്കണ്ടവും പിന്നെ ഇത് നമ്മുടെ ഏലക്കായ മനസ്സിലായില്ലേ? ഏലക്കായുടെ കുരുവാണത്. അപ്പോൾ കൽക്കണ്ടവും ഏലക്കായും കൂടെ ഞാൻ ഒരുമിച്ച് പൊടിച്ചെടുക്കും. അപ്പോൾ ഇന്ന് ഞാനത് പൊടിക്കണില്ല. എന്താ വെച്ചാൽ എനിക്ക് വേഗം ഉണ്ടാക്കാൻ വേണ്ടി പൊടിക്കണില്ല. അപ്പോൾ ഞാൻ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം അനുസരിച്ചിട്ട് എടുക്കുക പഞ്ചസാര. പിന്നെ ഇതൊരു 8 എണ്ണം ഉണ്ടാവും ഏലക്കായ. അതേ കുരു അതിൻ്റെ സീഡ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏലക്കായാണ് കേട്ടോ അത്. ഓക്കെ. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരമുറി തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു തേങ്ങ പകുതി ആക്കും അല്ലേ? അപ്പോൾ അതിന് അരമുറി എന്ന് പറയാം. അതിൻ്റെ ആ അരമുറിയുടെ പകുതി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, തേങ്ങ ചിരവിയത്. ഓക്കെ. പിന്നെ വെള്ളം വേണം നമുക്ക്, ഇത് നനയ്ക്കണമല്ലോ. പിന്നെ നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം വേണ്ടില്ലേ? നേന്ത്രപ്പഴമാകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി അല്ലേ? അപ്പോൾ ചിലവർക്ക്, എനിക്ക് നേന്ത്രപ്പഴം തനിയെ കഴിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ ഇതാവുമ്പോൾ എനിക്ക് എന്ത് ടേസ്റ്റിയാണെന്നറിയോ? ഈ അവലിൻ്റെ കൂടെ ഇട്ട് കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റിയാണെന്നറിയോ? അപ്പോൾ നേന്ത്രപ്പഴം തനിയെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഇങ്ങനെ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് ആവശ്യത്തിന് അവലെടുത്തിട്ടുണ്ട്. അവലിൽ ഈ പഞ്ചസാര ആഡ് ചെയ്യുക. നോക്കിയിട്ട് ആഡ് ചെയ്യുക. നിങ്ങളുടെ മധുരം എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യുക. പിന്നെ ഏലക്കായ, ഇത് ഞാൻ എടുത്ത് മാറ്റാം കേട്ടോ. ഏലക്കായ ഇത് ആഡ് ചെയ്യുക. പിന്നെ ഈ നാളികേരം ചിരവി വെച്ചിരിക്കണില്ലേ, അത് ആഡ് ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ചിലർക്ക് നാളികേരം അധികം ഇഷ്ടമില്ലെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് കുറച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ എനിക്ക് നാളികേരത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ്. ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതൊക്കെ മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന്. ഒന്ന് നനയേണ്ടത്. ഒരുപാട് ഒഴിക്കരുത് വെള്ളം. ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, ഒരു മാതിരിയാവും നമുക്ക്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഒന്ന് നനഞ്ഞ് കിട്ടണം. അതിൻ്റെ ആ ഒരു അവൽ തന്നെ കഴിക്കാനും ആർക്കും ഇഷ്ടമല്ല. എന്നാൽ ചില തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല. ചിലർ ചായയിലൊക്കെ ഇട്ട് കഴിക്കും. പക്ഷേ അത് ഇഷ്ടമുള്ള അവരവരുടെ ഇഷ്ടമാണ് അതൊക്കെ. അതിപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ല. ഞാൻ അവൽ വിളയിക്കാറുണ്ട്. പിന്നെ ഇതുപോലെ ചെയ്യാറുണ്ട്. ഇത് ഈസി അല്ലേ? നമുക്ക് കുക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്തൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നറിയോ? നോക്കിയിട്ട് വെള്ളം നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. അതായത് എല്ലാ ഭാഗത്തും ഒരു നനവ് വേണം. ഓക്കെ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതായത് ഈ നാളികേരവും ഏലക്കായും പഞ്ചസാരയും ഈ അവലിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കണ്ടേ? അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ഈ അവൽ കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടും.
മനസ്സിലായോ? 2 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. അതായത് ഒന്ന് അങ്ങനെ ഇരിക്കട്ടെ, ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ. 2 മിനിറ്റ് നേരം ഇരുന്നതിന് ശേഷം നമ്മൾ എപ്പോഴാണോ കഴിക്കാനായിട്ട് പോകുന്നത് ആ സമയത്ത് നമുക്ക് ഈ നേന്ത്രപ്പഴം അരിഞ്ഞ് ഇതിലിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് നേരം ഞാൻ അരച്ച് വെച്ചിരുന്നു. 2 മിനിറ്റ് നേരം കഴിഞ്ഞു. കണ്ടിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, മധുരം എങ്ങനെയാണ്? മധുരം വേണമെങ്കിൽ മധുരം ഓക്കെയാണ്. മധുരം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. മധുരം ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. എനിക്കിപ്പോൾ മധുരം ഓക്കെയാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇത് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിനേക്കാളും നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് ആ സമയത്താണ് നമ്മൾ ഈ പഴം അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ പഴം അരിഞ്ഞിടാൻ പോവാണ് കേട്ടോ. നേന്ത്രപ്പഴം, ഇത് നേന്ത്രപ്പഴമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം. അപ്പോൾ ഞാനിത് അരിയാൻ പോവാണ് കേട്ടോ. ഇതിങ്ങനെ നാലാക്കിയിട്ട് ഇതിലെല്ലാം ചെറുതാക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. 4ആക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞിടുക, അതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ വലിയ, അതായത് റൗണ്ട് ഷേപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇത് ഇങ്ങനെ, എന്നിട്ട് അരിഞ്ഞിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഇത്? നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കഴിക്കാൻ എന്ത് സ്വാദാണെന്ന് അറിയാം. എനിക്ക് ഈ പഴം അവരൊന്നും തനിയെ കഴിക്കാനൊന്നും ഇഷ്ടമല്ല. ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ ചെയ്തു വരുന്നൊരു സൂത്രപ്പണി അത്. ഇപ്പം ഇന്നാളെൻ്റെ ബ്രദർ വന്നപ്പോൾ അവന് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. അവന് ഭയങ്കര ഇഷ്ടമായി അത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല എനർജി, നമുക്ക് നല്ലോണം എനർജി തരുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഓക്കെ, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഒരു ഗ്ലാസ് പാലും ഇതുപോലെ അവൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൽ നനച്ചതെന്ന് പറയൂ ഇങ്ങനെ ഇതിന്. ഓക്കെ, ഇങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി നല്ല എനർജി നമുക്ക് എന്താ പറയുക, ഉച്ചയ്ക്ക് പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാലും മതി. രാവിലെ ഇത് കഴിച്ചാൽ നല്ലൊരു എനർജി അത്. ഓക്കെ, അപ്പോൾ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ വീഡിയോ? ഈ റെസിപ്പി ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരാട്ടോ നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, ബൈ, താങ്ക് യു.